വാർഡ് 15 ടാങ്ക് സിറ്റി ലക്ഷം വീടിനോട് ചേർന്ന് വാർഡ് മെമ്പർ ലക്ഷ്മി റജിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ പ്ലൈവുഡ് മുതലാളി പണിയുന്ന അനധികൃത ബിൽഡിംഗ് ആണ് വീഡിയോയിൽ ഉള്ളത്. അനധികൃതം എന്തെന്ന് വച്ചാൽ ലക്ഷം വീടിന്റെ അതിർത്തിയിൽ കിടന്ന സർവേ കല്ല് എടുത്ത് കളഞ്ഞുകൊണ്ട് ലക്ഷം വീട് സ്ഥലത്തിൽ നിന്നും മണ്ണ് കട്ടുകൊണ്ടുപോയി ആണ് മുതലാളി ഭായിമാരെ താമസിപ്പിക്കുവാൻ ബിൽഡിംഗ് നിയമങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയുള്ള ഈ നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്നിട്ടുള്ള 24 കഴുതകളെ പോലെയാണ് പഞ്ചായത്തിലെ ജനങ്ങൾ എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് ഒരു ധാരണ ഉണ്ട് താനും. പണം കിട്ടിയാൽ മതി ഏത് മെമ്പറും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വളയും എന്ന അവസ്ഥയിൽ ആണ് ഇപ്പോൾ പഞ്ചായത്ത്. മനോജ് പല പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ ഒരു നോട്ടീസ് കൊടുക്കുവാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടുമില്ല. നോട്ടീസ് കൊടുപ്പിക്കുവാൻ വാർഡ് മെമ്പർ ലക്ഷ്മി റജിയും അതിന് തയ്യാറായിട്ടില്ല താനും. ലക്ഷ്മി റജിയും പഞ്ചായത്ത് സെക്രട്ടറിയും പറയുന്നത് എന്തെന്നാൽ അനധികൃതമായി പണിയുന്ന ആ ബിൽഡിംഗിന് പഞ്ചായത്തിൽ നിന്നും നമ്പർ ഇട്ട് നൽകുകയില്ല എന്ന്. ഇത് വായിക്കുന്ന നിങ്ങൾ വിചാരിക്കും അത് നല്ല കാര്യം അല്ലേ, നമ്പർ ഇട്ട് കിട്ടുകയില്ലല്ലോ എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി ബിൽഡിംഗ് നമ്പർ ഇട്ട് കൊടുക്കാത്ത പക്ഷം യാതൊരുവിധ നികുതിയും മുതലാളിക്ക് പഞ്ചായത്തിലേക്ക് അടക്കേണ്ടി വരില്ല. റൂമുകളിൽ ആണെങ്കിൽ ഭായിമാരെ താമസിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ മുതലാളിക്ക് സൗകര്യം ആകുമെന്ന് പഞ്ചായത്ത് അധികൃതർക്കും പഞ്ചായത്ത് മെമ്പർക്കും അറിയാം. ജനങ്ങളെ പൊട്ടന്മാർ ആക്കുകയും ചെയ്യാം. നിലവിലെ വാർഡ് മെമ്പർ തിരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ബിൽഡിംഗ് നികുതി അടക്കാത്ത വീട്ടുകാരെ വിളിച്ചു നിങ്ങൾ മാത്രമേ ഇനി നികുതി അടക്കാത്തതായി ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. പ്ലൈവുഡ് മുതലാളിമാരെ കാണുമ്പോൾ വാർഡ് മെമ്പർ നികുതി അടക്കുന്ന കാര്യം എല്ലാം മറന്നു പോവുകയും സാധാരണക്കാരെ കാണുമ്പോൾ നികുതി അടക്കുവാൻ ഉള്ള കാര്യങ്ങൾ മെമ്പർക്ക് ഓർമ്മ വരികയും ചെയ്യും എന്നുള്ളതാണ്.